ഒരു മലയാളിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതും അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളായ അപ്പം, പുട്ട്, ഇടിയപ്പം, വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി ഇപ്പോൾ ഉൾപ്പെടുത്താം. ഈ ഒരു വിഭവങ്ങൾക്കൊക്കെ നമ്മൾ സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹോട്ടൽ സ്റ്റൈൽ കടലക്കറിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിമിയ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കടല രാത്രി വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കണം. അല്ലെങ്കിൽ 8 മണിക്കൂറോളം കടല കുതിർത്തിയെടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കടല വെന്ത് കിട്ടത്തുള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് കീറിയതും, ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കടലയുടെ ഇരട്ടി വെള്ളവും ഒഴിച്ച് ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. കടലയുടെ ഇരട്ടി വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. 6 മുതൽ 8 വിസിൽ വരെ നമുക്കിത് അടുപ്പിച്ചെടുക്കാം. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നതായിരിക്കും. കടലയുടെ ഫുള്ള് എയറൊക്കെ പോയതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുകും അതുപോലെ തന്നെ 1 സ്പൂൺ പെരുംജീരകം നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പെരുംജീരകം പൊടിയായിട്ടും മുഴുവനായിട്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. 2 സ്പൂൺ തേങ്ങാക്കൊത്തും നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പിന്നെ അതിലോട്ട് നമുക്ക് ഒരു 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ കടല വേവിച്ചത് ഒന്ന് കാണിച്ചു തരാം. കടലയുടെ ഷേപ്പിനൊന്നും ഒരു വ്യത്യാസവുമില്ല, എന്നാൽ നമ്മൾ കയ്യിലെടുത്ത് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം കേട്ടോ. ഇതാണ് നമ്മുടെ കടലയുടെ ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ദേ തേങ്ങാക്കൊത്ത് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലോട്ട് വറ്റൽമുളകും അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതും വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ദേ ഇപ്പോൾ അതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കതിലേക്ക് ഇനി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 2 സ്പൂണോളം മുളക് പൊടിയും, 3 സ്പൂണോളം മല്ലിപ്പൊടിയും, 3 സ്പൂണോളം മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മീറ്റ് മസാലയാണ് ചേർക്കണമെങ്കിൽ ഒരു 3 സ്പൂണോളമൊക്കെ ചേർക്കാം. ഗരം മസാലയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 സ്പൂണോളം മതി കേട്ടോ, അതിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കടല ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തേച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ഗ്ലാസും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു വിസിലും കൂടെ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു വിസിലും കൂടി അടിച്ചതിന് ശേഷം അതിൻ്റെ ഫുൾ എയർ പോയി കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കറി ഉണ്ടാവുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്ലെയിമിൽ ഓഫ് ചെയ്ത് വെക്കണം. ഇനി ഇതിലെ വെള്ളം വറ്റിച്ച് നമ്മൾ ചാറ് ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല. തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിന് നമുക്ക് കറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും അതുപോലെ വളരെ സ്വാദിഷ്ടമായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കടലക്കറിയാണ്. നിങ്ങൾ ഇതുപോലെയല്ല ചെയ്യണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കറികളുടെയൊക്കെ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റാ.